വോട്ടർ പട്ടിക പുതുക്കുന്നത് നീട്ടി. ഈ മാസം 12 വരെയാണ് നീട്ടിയത്. സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ തീരുമാനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ് തീരുമാനം. സാജു വിശദാംശങ്ങൾക്കും. സാജു, എന്തുകൊണ്ടാണ് സമയം നീട്ടി നൽകിയത്? സൈഫുദ്ദീൻ, ജൂലൈ 23-നായിരുന്നു വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ചത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇത് പുതുക്കേണ്ട സമയപരിധി അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സമയപരിധി 15 ദിവസം കൂടി നീട്ടണമെന്ന ആവശ്യം പ്രതിപക്ഷം അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പ്രധാനമായും പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓൺലൈൻ വഴി ചെയ്യേണ്ട പേര് ചേർക്കൽ, തിരുത്തൽ, അതുപോലെ തന്നെ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റൽ അടക്കമുള്ള പ്രക്രിയ നടത്തുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. വെബ്സൈറ്റിന് പലതവണ തടസ്സം നേരിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇങ്ങനെ പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC അധ്യക്ഷനും മുസ്ലിം ലീഗ് നേതൃത്വവും ഒക്കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് 15 ദിവസം കൂടി സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചിരുന്നു. അതിലാണ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ മാസം 12 വരെയാണ് നീട്ടിയിരിക്കുന്നത്. 15 ദിവസം കൂടി അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. പക്ഷേ 7-ാം തീയതി എന്നുള്ളത് 12-ാം തീയതി വരെ നീട്ടി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ട് എന്ന ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ഇരട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ന് തെളിവുകളുമായി BJP നേതൃത്വവും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തൽ പ്രക്രിയയ്ക്കായി കൂടുതൽ സമയം അനുവദിച്ചിരിക്കുന്നത്. 12-ാം തീയതി വരെയാണ് സമയപരിധി നൽകിയിരിക്കുന്നത്. അതിനുശേഷം അന്തിമമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. സൈഫുദ്ദീൻ. ശരി സാജു.